ഐസ്ക്രീമും ബിരിയാണിയെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടന്ന് ആദ്യം കുറേ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പല കടകളിൽ അങ്ങ് കയറി ഇറങ്ങി പോയ കാല് തേഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേങ്കിലും ഞങ്ങൾ വിചാരിച്ച പോലെയുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം കുറേ എല്ലാം നോക്കി കണ്ട് നടന്നിട്ട് കുറേ നേരം ഇരുന്ന് അവിടുന്ന് ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായി. ഞാൻ വിചാരിച്ച പോലെയുള്ള മോഡലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഫുൾ ചിലവ് എൻ്റെ ഫ്രണ്ടിൻ്റെ വകയായിരുന്നു. പാവം നല്ല പൈസ പൊടിഞ്ഞിട്ടായി. പിന്നെ അവിടെ ഞങ്ങൾ മെട്രോ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കെല്ലാം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരിപ്പ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് കുറേ മെനു എല്ലാം നോക്കിയതിന് ശേഷം അവസാനം ഞങ്ങൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായത്. കാരണം ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിരിയാണി കഴിക്കണമായിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു സിംഗിൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വയറ് നല്ലോണം നിറയാത്തതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് വേറെയും ബിരിയാണി ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് അവിടുന്ന് ബിരിയാണിയും ഫ്രൈഡ് റൈസും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിച്ചത് വെച്ച് നേരത്തെ കഴിച്ച ബിരിയാണി ആയിരുന്നു കുറച്ചധികം ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായത്. ഇനിയിപ്പം ഇത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ ബാറ്റേൻ്റെ ഷോറൂമിലേക്ക് പോകും. എൻ്റെ ഫ്രണ്ടിനും ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് അവിടെ കുറേ നേരം ഇരുന്നു നല്ലതുപോലെ AC കൊണ്ട്. കാരണം നല്ല വെയിലത്ത് പൊരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് കുറേ നേരം അങ്ങനെ AC എല്ലാം കൊണ്ട് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുകയോ ചെയ്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കൊക്കെ ഭയങ്കര വിഷമം. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടിയിട്ടുണ്ടായത്. പക്ഷേങ്കിൽ തിരിച്ചു പോകാനാകുമ്പോഴേക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി ഒരു ദിവസം നിൽക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് യാത്രയായി. തിരിച്ച് അവിടെ നിങ്ങൾ വണ്ടി കയറുമ്പം കണ്ണൂരേക്ക് അവളെ ക്ഷണിക്കാനും മറന്നിട്ടുണ്ടായില്ല. കാരണം ഒരുപാട് നാളത്തെ ഞങ്ങൾ ആഗ്രഹമായിരുന്നു കള്ള് ഷാപ്പിലൊക്കെ പോയിട്ട് അടിപൊളി ഫുഡ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത മീറ്റപ്പിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം.